السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. إن شاء الله നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ദർസ് എന്ന് വെച്ചാൽ ഉസൂൽ സഅദത്തി സൗജിയ മിന സുന്നത്തി നബവിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ പണ്ഡിതൻ സാലിഹ് അബ്ദുൽ കരീം അൽ ബലൂചി ഹഫിളഹുല്ലാഹ് അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ്. ഇതിൽ അൽഹംദുലില്ലാഹ് നമ്മൾ 24ഓളം അടിസ്ഥാനങ്ങൾ വായിച്ചു കഴിഞ്ഞു. 24ഓളം അടിസ്ഥാനങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ളത് 25-ാമത്തേതാണ്. 25-ാമത്തെ അടിസ്ഥാനമാണ് നമുക്ക് വായിക്കാനുള്ളത്. സൗണ്ട് ക്ലിയർ അല്ലേ? വ്യക്തല്ലേ? ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ 25-ാമത്തെ അടിസ്ഥാനമായി കൊണ്ട് പറയുന്നത് 25-ാമത്തെ അടിസ്ഥാനമായി കൊണ്ട് പറയുന്ന കാര്യം അത്തവാസി ബിൽ ബിർരി വൽ ഇഹ്സാൻ, പരസ്പരം നന്മ ചെയ്യാനും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ സൽപ്രവൃത്തി ചെയ്യാനും വേണ്ടി പരസ്പരം എന്ത് ചെയ്യുക എന്നുള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്ന കാര്യമാണ്, ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം തന്നെ എന്താണ്? ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്നാൽ തന്നെ നമുക്ക് അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളതാണ്, റബ്ബിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. റബ്ബിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? നന്മ ചെയ്യലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, വഅഹ്ലുൽ മഅറൂഫി ഫി ദുനിയ ഹും അഹ്ലുൽ മഅറൂഫി ഫിൽ ആഖിറ. ദുനിയാവിൽ സൽപ്രവൃത്തി ചെയ്യുന്ന ആളുകൾ അവർ തന്നെയാണ് ആഖിറത്തിലും സൽപ്രവൃത്തി ചെയ്യുന്ന ആളുകൾ. അതല്ല എങ്കിൽ ആഖിറത്തിൽ ഉന്നത പദവി കിട്ടുന്ന ആളുകൾ ആരാണ്? നല്ല സൽപ്രവൃത്തി ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാരോട് ഈ രൂപത്തിൽ എന്ത് ചെയ്യാറുണ്ട്? നല്ല നല്ല സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി അവിടുന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് സദഖ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മി സലമ, സൈനബ് ബിൻത്ത് ഉമ്മി സലമയോട് പറഞ്ഞതായി കാണാം, എന്ത്? അൻഫിഖി അലൈഹിം ഫലക്കി അജ്റു മാ അൻഫഖ്തി അലൈഹിം. നീ എന്ത് ചെയ്യണം? സൽപ്രവർത്തികൾ, അതല്ല എങ്കിൽ നീ ചെലവഴിക്കണം, നിനക്കും ചെലവഴിക്കപ്പെടും എന്ന് പറയപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ അഹീനി മിസ്കീന വ അമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീനി യൗമൽ ഖിയാമ. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്ന ദുആ ആണ്. അഥവാ അള്ളാഹു എന്നൊരു മിസ്കീനായി. എന്താണ് മിസ്കീന്റെ അർത്ഥം? മിസ്കീൻ എന്ന് പറഞ്ഞാൽ അന്നന്ന് കഴിഞ്ഞു പോകാനുള്ള ചെലവിന്റെ കാര്യങ്ങൾ കയ്യിലുള്ള ആൾക്കാണ് മിസ്കീൻ എന്ന് പറയുക. അപ്പൊ അള്ളാഹിന്റെ റസൂൽ എന്തല്ല, ധാരാളം സമ്പത്തിന് വേണ്ടി അള്ളാഹിനോട് ഒരിക്കലും ചോദിച്ചതായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, കാണാൻ സാധിക്കില്ല. കാരണം സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരീക്ഷണാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ എന്ന് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പൊ എന്താണ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ എന്താണ്? അതൊരു പരീക്ഷണാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ റസൂലിന്റെ ഈ ദുആ നോക്ക്, അല്ലാഹുമ്മ അഹീനി മിസ്കീന, അള്ളാഹുവെ എന്നെ മിസ്കീനായി ജീവിപ്പിക്കണമേ, വ അമിത്നി മിസ്കീന, അതുപോലെ തന്നെ എന്നെ മരിപ്പിക്കുമ്പോഴും മിസ്കീനായി മരിപ്പിക്കണമേ, വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മസാകീനികളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ലിമ യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രൂപത്തിൽ ദുആ ചെയ്യുന്നത്? ഈ രൂപത്തിൽ എന്തുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്? അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, ഇന്നഹും യദ്ഖുലൂനൽ ജന്നത ഖബ്ല അഗ്നിയാഇഹിം ബി 40 ഖരീഫ. കാരണം നാളെ ധനികന്മാരായ ആളുകളെക്കാൾ 40 വർഷം മുൻപ് ആര്, അല്ലെങ്കിൽ 40 വർഷ വഴിദൂരം മുൻപ് ആര് സ്വർഗത്തിൽ പ്രവേശിക്കും? പാവപ്പെട്ട ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്.
എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയാണ്, ഇതാണ് നമ്മളുടെ മഹല്ലു ഷാഹിദ്, അഥവാ നമ്മൾ നന്മ ചെയ്യണം. നന്മ ചെയ്യാൻ വേണ്ടി അള്ളാന്റെ റസൂൽ പ്രേരിപ്പിക്കുന്ന കാര്യം നോക്ക്. യാ ആയിഷ, അല്ലയോ ആയിഷ, ലാ തറുദ്ദി അൽ മിസ്കീന, നീ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പാവപ്പെട്ടയാൾ എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ച് വന്നു കഴിഞ്ഞാൽ അവരെ മടക്കി അയക്കാൻ പാടില്ല. വലോ ബിശിക്കി തംറ, നീ എന്ത് ചെയ്യണം, ഈത്തപ്പഴത്തിന്റെ ഒരു ചീള് കൊടുത്താണെങ്കിലും നീ എന്ത് ചെയ്യണം, ആ മിസ്കീനെ സഹായിക്കണം. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലെങ്കിൽ അള്ളാഹു റസൂലാണ്, യാ ആയിഷ അഹിബി അൽ മസാക്കീന വഖർരിബിഹിം, അല്ലയോ ആയിഷ നീ എന്ത് ചെയ്യണം, മസാക്കീനുകളെ, പാവപ്പെട്ട ആളുകളെ അവരിഷ്ടപ്പെടണം. വഖർരിബിഹിം, അവരെ അടുപ്പിക്കണം. ഫഇന്നല്ലാഹ യുഖർരിബുകി യൗമൽ ഖിയാമ, എന്താണ്, അള്ളാഹുവിന്റെ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നിന്നെ അടുപ്പിക്കും എന്ന് ആര് പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്. നോക്കൂ സഹോദരങ്ങളെ, അപ്പോ പിന്നെ എന്താണ്, ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഈ പാവപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ ചില ആളുകളെ ഒഴിവാക്കാനുള്ള മാനദണ്ഡം എന്താണ്, ഇത് നമ്മൾ വളരെ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ്. എന്താണ്, ചില ആളുകളെ ഒഴിവാക്കാനുള്ള കാരണം അവർ പറയുന്നത് ഒരു തീരെ കയ്യിൽ പൈസ ഇല്ലാത്ത ആളുകളാണ്, നമ്മളെപ്പരം കൂടിയാൽ നമ്മളെ സ്റ്റാൻഡേർഡിന് കൂടി ബാധിക്കും. പക്ഷെ അള്ളാന്റെ റസൂൽ പറയാണ് അടുപ്പിക്കാൻ. അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്, നിങ്ങൾ മസാക്കീനുകളെ അടുപ്പിക്കണം. ആലോചിച്ച് നോക്ക്, ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ട കാര്യമാണിത്. ഇസ്ലാമിന്റെ മേന്മ, സുബ്ഹാനല്ലാഹ്, എന്താണ്, ആളുകൾ ആരും പരിഗണിക്കാത്ത ആളുകൾ, അതാണ് മസാക്കീനുകൾ, അവരെ അടുപ്പിക്കാനാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്. നമ്മൾ ഇസ്ലാമിന്റെ ഓരോ അധ്യാപനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ ഈ ദീന് ഹക്കാണെന്നുള്ളതിന് നമുക്ക് ധാരാളം നിരവധി അനവധി തെളിവുകൾ ലഭിക്കും. എത്രയോ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്താണ്, ഇസ്ലാമിന്റെ മഹാസിനുകൾ, ഇസ്ലാമിന്റെ മേന്മകൾ നമ്മൾ ആളുകളോട് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ, അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് വരും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, യുദ്ധത്തിന് പോലും ഒരാളോടും അനീതി കാണിക്കാൻ പാടില്ല, കുട്ടികളെ കൊല്ലാൻ പാടില്ല, അതുപോലെ തന്നെ എന്താണ്, വൃദ്ധന്മാരായ ആളുകളെ കൊല്ലാൻ പാടില്ല, അതുപോലെ തന്നെ കായികനികളുള്ള വൃക്ഷങ്ങൾ നിങ്ങൾ വെട്ടാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ മതം വേറെ ഏത് നൂറ്റാണ്ടിലാണ് ഉണ്ടായിട്ടുള്ളത്? അള്ളാന്റെ ദീന ഹക്കാന്ന് മനസ്സിലാക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെ എന്താണ് നമുക്ക് ധാരാളമായിട്ടുണ്ട്. ഇവിടെ നോക്കുക, അള്ളാന്റെ റസൂൽ പറയുകയാണെന്ത്, നിങ്ങൾ അവരെ അടുപ്പിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരാളും പരിഗണിക്കാത്ത ആളുകളെ പരിഗണിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ നമ്മളെ അടുപ്പിക്കുന്ന ഒരു അമലാണത്. നമ്മളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ആരാലും പരിഗണിക്കപ്പെടാത്ത ആളുകളെ ഒന്നും വേണ്ട, അവര് മിസ്കീനുകളെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ ചോദിച്ചു വരുമൊന്നുമില്ല. ഖുർആനിൽ പറയുന്നുണ്ടെന്ത്, ചില ആളുകളുണ്ട് അവരെ കോലം കണ്ടാൽ എന്താണ്, നമുക്ക് അവര് പാവപ്പെട്ട ആളുകളാണെന്നൊന്നും മനസ്സിലാവില്ല, ആളുകളോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയില്ല. നമ്മൾ കണ്ടറിഞ്ഞൊരു എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ അവരെ അടുപ്പിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അവർക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടെന്ത്, ഇദ്ഖാൽ സുറൂർ എന്നുള്ളത് വലിയൊരു അമലാണ്. അഥവാ ആളുകളുടെ ഹൃദയത്തിൽ സന്തോഷം കയറ്റുക, ആളുകളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു എന്താണ് അമലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്, അവര് ചോദിച്ചു വന്നാൽ അവരെ ആട്ടി അകറ്റുകയോ അല്ലെങ്കിൽ എന്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറയുകയോ ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും നമുക്കൊന്നും കൊടുക്കാനില്ലെങ്കിലോ എന്ത് ചെയ്യുക, വലവുബിഷിത്തി തമ്ര, അള്ളാഹു റസൂൽ പറയാണ്, ഈത്തപ്പഴത്തിന്റെ ഒരു ചീള് കൊണ്ടെങ്കിലും. ഇപ്പൊ ആലോചിച്ച് നോക്ക്, അത് അത്രയും ചെറിയൊരു സാധനമാണ്, അത് കൊടുത്തെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ അവരെ സന്തോഷിപ്പിക്കണം. ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചു വരാണെങ്കിൽ എന്തെങ്കിലും പൈസക്കോ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ വീടുകളിലും ആളുകൾ വരാറുണ്ടല്ലോ, അങ്ങനെ ചോദിച്ചു വരാണെങ്കിൽ പൈസ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്താൽ തന്നെ അതിൽ നമ്മൾ വലിയ നിയത്ത് വെച്ചാൽ മതി. നമ്മളെ കയ്യിലൊന്നും ഇല്ലാത്ത അവസ്ഥ ഇല്ലാന്നാണ് പറഞ്ഞത്, ഒരു 10 രൂപയെങ്കിലും. പിന്നെ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് ചോദിച്ചു വരുന്ന ആൾക്കാർ വളരെ പ്രയാസപ്പെട്ട ആളുകളാണോ അതല്ല എങ്കിൽ അവര് വെറുതെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി തന്നിട്ടുണ്ടല്ലോ. ആ രൂപത്തിൽ നമ്മൾ ആ കാര്യം മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല, ആളുകളെ മുന്നിലിട്ട് ആക്ഷേപിക്കാനോ അവരെ ഇജ്ജത്തിന് കോട്ടം വരുത്താനോ. നമ്മൾ ചില ആൾക്കാരെല്ലാം സുബ്ഹാനല്ലാഹ് എന്താണ്, അയാൾക്ക് ആരോഗ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ പറഞ്ഞതെന്നൊക്കെ പറയുന്നതായി കാണാം. പക്ഷെ അത് ശരിയല്ല, അതെന്തല്ല, ഒരിക്കലും ശരിയല്ല. നമ്മൾ നേരെ മറിച്ച് എന്ത് ചെയ്യുക, ഏതാളോടും നല്ല രൂപത്തിൽ സംസാരിക്കുക, ഒരു മുൻധാരണ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മോശം അയാൾ എങ്ങനെയാണെന്നോ ആ രൂപത്തിൽ സംസാരിക്കാതെ നല്ല രൂപത്തിൽ സംസാരിക്കുക, അയാളുകൾക്ക് നമ്മളിലേക്ക് അടുക്കാൻ തോന്നുന്ന രൂപത്തിൽ സംസാരിക്കണം. വേറെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ഈ ദീൻ എന്നുള്ളത് ഹക്കാണ്,
അതൊക്കെ നമ്മളെ പെരുമാറ്റങ്ങളിലൂടെ ആളുകൾ സ്വീകരിക്കാൻ കൂടുതൽ എന്തുണ്ടാകും സാധ്യതയാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം തന്നെ കണ്ടിട്ട് എത്രയോ ആളുകൾ ഇതിലേക്ക് വന്നിട്ടില്ല. ഉദാഹരണത്തിന് ഒരു അറാബി റസൂലിന്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് കഴുത്തിലുണ്ടായിരുന്ന ഒരു ഷാള് അതിലേക്ക് പിരിമുറുക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്, അള്ളാഹിന്റെ സമ്പത്തിൽ നിന്ന് എനിക്കുള്ളതിന് തരൂ എന്ന രൂപത്തിൽ സംസാരിച്ചപ്പോൾ റസൂല് സഹാബിമാരോട് പറയണം അവർക്ക് എന്താ വേണ്ടത് കൊടുത്തേക്കത്. ആ ഹദീസ് റിവായത്ത് എന്ന സഹാബി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അള്ളാഹിന്റെ റസൂലിന്റെ കഴുത്തിൽ ആ അറാബി പിടിച്ചു വലിച്ചതിനാൽ തന്നെ അള്ളാഹിന്റെ റസൂലിന്റെ കഴുത്തിൽ പാടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ആ രൂപത്തിൽ സംസാരിച്ചപ്പോഴും അല്ലെങ്കിൽ ആ രൂപത്തിൽ പെരുമാറിയപ്പോൾ റസൂല് മറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവിടുന്ന് പൊതുവെ എന്താണ് വിട്ടുവീഴ്ച മനോഭാവമായിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയും അതുപോലെയുള്ള ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നോക്ക്, നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അല്ലെങ്കിൽ മറ്റൊരു ഹദീസ് നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു ഹദീസാണ്. അന്നഹും ദബഹു ഷാതൻ, അവരെന്ത് ചെയ്തു, ഒരു ആടിനെ അറുത്തു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബഖിയ മിൻഹ, ആ ആടിനെ അറുത്തിൽ നിന്ന് എന്താണ് ബാക്കിയുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ബഖിയ മിൻഹ ഇല്ലാ കതിഫുഹ, ആ ആടിൽ നിന്ന് ബാക്കിയുള്ളത് എന്താണ്, വെറും അതിന്റെ ഷോൾഡറിന്റെ ഒരു ഭാഗം മാത്രമേ അള്ളാഹുവിന്റെ റസൂലേ ഉള്ളൂ. അപ്പൊ അഥവാ ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്തു, നമ്മൾ ഓരോ ആളുകൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയണത് ബഖിയ കുല്ലുഹാ ഗൈറ കതിഫിഹ. എന്ന് ആയിഷ, നീ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഉണ്ട്, ബാക്കി അല്ലാത്തത് ഏതാണ്, ആ ഒരു ഷോൾഡർ മാത്രമാണ്. ഇമാം മുബാറക് ഫൂരി റഹിമഹുല്ല അദ്ദേഹം പറയാണ്, ഐ മാ തസദ്ദഖത് ബിഹി ഫഹുവ ബാഖിൻ വമാ ബഖിയ ഇൻദക ഫഹുവ ഗൈറു ബാഖിൻ ഇശാറത്തുൻ ഇലാ ഖൗലിഹി സുബ്ഹാനഹു വ തആല. അഥവാ നീ എന്താണോ സ്വതക്കയായി കൊടുത്തത് അതാണ് നിനക്ക് ബാക്കിയാവുക, മറിച്ച് നിന്റെ അടുത്ത് അവശേഷിക്കുന്ന കാര്യം അത് ഗൈറു ബാഖിനാണ്, അത് നിന്റെ കയ്യിൽ ഇല്ലാത്തതാണ്. എന്താണ് ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കൗല് നമ്മൾ ആലോചിച്ചാൽ മതി. ഏതാണ് ആ കൗല്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ എന്താകും, നശിച്ചു പോകാനുള്ളതാണ്. അല്ലേ? നമ്മളിപ്പോ ഇവിടെ കുറെ സമ്പത്ത് അതുപോലെ തന്നെ കുറെ സാധനങ്ങളൊക്കെ നമ്മളിവിടെ ബാക്കി വെച്ച് പോയാൽ അതൊക്കെ മറ്റുള്ള ആളുകൾ എടുക്കാനുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ സ്വതക്കയായി കൊടുത്ത കാര്യങ്ങളൊക്കെ ഒരു അണുമണി പോലും കുറയാണ്ട് നമുക്ക് നാളെ ഖിയാമത്ത് നാളിൽ നമുക്ക് ലഭിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ അങ്ങനെ പറഞ്ഞത്. അഥവാ നമ്മൾ കൊടുത്തതാണെന്നുള്ളത് നമുക്ക് ബാക്കിയായിട്ടുള്ളത്, നമ്മൾ കൊടുക്കാണ്ട് വെച്ചത് അത് മറ്റുള്ളവരെന്ത് ചെയ്യും, അനന്തരായിട്ടെടുക്കും. അതിൽ നമുക്ക് എന്തെങ്കിലും കൂലി കിട്ടാനുണ്ടോ? ഇല്ല. കാരണം നമ്മൾ സ്വതക്കയായി കൊടുത്തതല്ല, മറിച്ച് ഈ രൂപത്തിലാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നത്. ഈ വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, പ്രത്യേകം താല്പര്യം കാണിക്കണം. കാരണം എന്താണ്, ഈ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സ്വതക്ക നൽകാൻ പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനെ ആളുകളെ തേടിപ്പോകേണ്ട ആവശ്യങ്ങളൊന്നും വരാറില്ല പൊതുവെ. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ പോലുള്ളത് വന്നതിന് ശേഷം ജെന്യുവനായ കുറെ കേസുകൾ നമുക്ക് നമ്മളെ മുന്നിൽ തന്നെ ഇങ്ങനെ വരുന്നതായി കാണാൻ സാധിക്കും. ഇപ്പോൾ അടുത്ത് തന്നെ കണ്ടിരുന്ന ഒരു കിണർ അത് കുഴിച്ചു കൊടുക്കാൻ വേണ്ടി സഹായിക്കും. സുബ്ഹാനല്ലാഹ്, അതൊക്കെ എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മരണം വരെ എത്ര പക്ഷികൾ, അതുപോലെ തന്നെ എത്ര കന്നുകാലികൾ, അതുപോലെ തന്നെ മനുഷ്യന്മാര്, ഇവരൊക്കെ ഇതിൽ നിന്ന് കുടിക്കുകയും ഭക്ഷിക്കുക, അത് ഉപയോഗിച്ച് ഭക്ഷിക്കുകയൊക്കെ ചെയ്ത് അതിനൊക്കെ ആർക്കാണ് കൂലി? അതിന്റെ കൂലിയൊക്കെ ആരാണോ അതിനെ സഹായിച്ചത് അവർക്കാണ്. അതുപോലെ തന്നെ പള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യനെ എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിപ്പിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നതായി കാണുന്നത്, മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഅകുന്ന ലഹാഖൻ ബി അത്വലുകുന്ന യദാ. എന്താണ്? അഥവാ നാളെ എൻ്റെ കൂടെ എത്രയും പെട്ടെന്ന് അടുക്കുന്ന ആളുകൾ ആരായിരിക്കും? അത്വലുകുന്ന യദാ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കൈ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശം? ധാരാളമായി കൊടുക്കുന്ന കൈ എന്നാണ്. ഇവിടെ പ്രത്യേകിച്ച് ഈ ബാബിൽ പറയുന്നത് എന്താണ്? സ്വതക്ക വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. തൂലുൽ യദ് എന്നുള്ളത് പൊതുവെ അറബികൾ ഉപയോഗിക്കാറുള്ള ഫിസ്സദഖത്തി വൽ ജൂദ്, ധാരാളമായി എന്താണ് നൽകുകയും സ്വതക്ക നൽകുകയും ചെയ്യുന്ന ആളുകൾക്കാണ് തൂലുൽ യദ് എന്ന് പറയുക. പറഞ്ഞു വന്നത് ഈ ഒരു വിഷയം എന്ത് ചെയ്യണം, നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അഥവാ എന്താണ്, ഈ സ്വതക്ക നൽകുക, അതുപോലെ തന്നെ ആളുകൾക്ക് നന്മ ചെയ്യാന്നുള്ളത്. പ്രത്യേകിച്ച് ഭർത്താവിന്റെ വീട്ടുകാർ
വീട്ടുകാരോട് ഭാര്യമാരായാലും ഭാര്യമാരുടെ വീട്ടുകാരോടായാലും ഭർത്താവ് എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തുണ്ടാണ്, ബഹുമാനം ഉണ്ടാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരോട് നന്മ ചെയ്യുക, അതുപോലെ തന്നെ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ ഇപ്പോൾ ആണായാലും പെണ്ണായാലും അവരുടെ ഉപ്പാനും ഉമ്മാനും ബഹുമാനിക്കാത്ത രൂപത്തിലുള്ള സംസാരം, അതുപോലെ തന്നെ അങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ സ്വന്തം ഉപ്പാനും ഉമ്മാനും പോലെ തന്നെ അവരെ കാണണം. കാരണങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്ത്, സ്വന്തം ഉപ്പാനും ഉമ്മാനും ആരെങ്കിലും പറയുന്നില്ല. ഒരു ഭർത്താവായാലും ഭാര്യയായാലും അങ്ങോട്ടും ഇങ്ങോട്ടായാലും ആരായാലും പൊതുവെ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം, എൻ്റെ ഉപ്പ അങ്ങനെ, എൻ്റെ ഉമ്മ ഇങ്ങനെയല്ലേ എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. കാരണം ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്ത്, ഈ രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത്. പൊതുവെ നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഹദീസ് അല്ലെങ്കിൽ ഈ ബാബിൽ പ്രത്യേകിച്ച് പറയുന്ന കാര്യം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സദഖ പോലുള്ള നന്മകൾ, അതുപോലെ തന്നെ ആളുകളെ അടുപ്പിക്കുക, പാവപ്പെട്ട ആളുകളെ അടുപ്പിക്കുക. അള്ളാഹു റസൂൽ തന്നെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നത്, അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും വെറുക്കപ്പെട്ട വിവാഹ സദസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൈസക്കാരെ മാത്രം കൂടുന്ന വിവാഹം, മസാക്കീനുകൾ ഉപേക്ഷിച്ചുകൊണ്ട് എന്താണ് വലിയ വലിയ പണക്കാർ മാത്രം കൂടുന്ന സദസ്സ്. ഇതാണ് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യവും ശ്രദ്ധിക്കുക. വ്യക്തമല്ലേ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? നമുക്ക് ഇന്ന് കുറച്ച് എടുക്കാം ഇൻഷാ അല്ലാഹ്. ചെറിയൊരു തിരക്കിലായി പോയതാണ്. ഒരു ബാബും കൂടി നമുക്ക് എടുത്ത് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ചെറിയൊരു ബാബാണ്. അൽ-അസ്ലു അസ്സാദിസ് വൽ ഇശ്റൂൻ, 26ാമത്തെ അടിസ്ഥാനാണ്. 26ാമത്തെ അഥവാ അത്തവാസി അലൽ അദ്കാരി വറുഖ അശ്ശറഇയ്യ. എന്താണ് അത്തവാസി അലൽ അദ്കാർ? ദിക്റുകൾ ഉരുവിടാൻ പരസ്പരം വസിയത്ത് ചെയ്യുക. വറുഖ അശ്ശറഇയ്യ, അതുപോലെ തന്നെ എന്താണ് റുഖിയ. റുഖിയ എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് പറയാം. അഥവാ സ്വന്തം തന്നെ മന്ത്രചൂതൽ, ഖുർആനികപരമായ ആയത്തുകളും അതുപോലെ തന്നെ അള്ളാഹു റസൂൽ പഠിപ്പിച്ച അദ്കാറുകളും ചൊല്ലിക്കൊണ്ട് സ്വന്തമായി മന്ത്രചൂതുന്നതിനാണ് റുഖിയ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് ഈ ബാബിൽ നമുക്ക് മനസ്സിലാവും. എന്താണത്? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല എന്താണ് അദ്കാറുകളും എന്ത് ചെയ്യാറുണ്ട്, അവിടുത്തെ ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുത്തതായി കാണാൻ സാധിക്കും. നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സുബഹി നിസ്കരിച്ചതിന് ശേഷം വീട്ടിലേക്ക് വന്ന് കൊണ്ട് പറയാണ്, എന്താണ്, നീ എന്ത് ചെയ്യണം, നിസ്കാരത്തിന് ശേഷം അർബഉ കലിമാത്തിൻ സലാസ മറാത്ത്, 4 വാക്കുകൾ 3 പ്രാവശ്യം പറയണം. എന്നിട്ട് പറയാണ് ലൗ വുസിനത് ബിമാ ഖുൽതി മുൻദുൽ യൗമി ലവസൻതുഹുൻ. എന്താണ് അവിടെ അതിന്റെ പ്രതിഫലം പറഞ്ഞുകൊണ്ട് പറയാണെന്ത്, അത് തൂക്കിക്കഴിഞ്ഞാൽ അത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കനം തൂങ്ങുന്ന അമലുകളാണ്. എന്നിട്ട് പറയാണ് ഏതൊക്കെയാണ് ആ വാക്ക്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസീനത അർശിഹി വമിദാദ കലിമാതിഹി. അല്ലാഹു റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ അദ്കാർ അല്ലെങ്കിൽ ഈ ദിക്ർ നീ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും രാവിലെ ചൊല്ലണമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം. അപ്പൊ നോക്ക്, ഇവിടെ അവിടുത്തെ ഭാര്യമാർക്ക് വേണ്ടി പല അദ്കാറുകളും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മളെ മേലും ബാധ്യതയായിട്ടുള്ള കാര്യമാണ് എന്ത്, ഇതുപോലെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഹദീസുകൾ അല്ലെങ്കിൽ അപ്പോൾ അദ്കാറുകൾ എന്ത് ചെയ്യണം, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ഇവിടെ അടുത്ത ഹദീസ് നോക്കുക, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസാണ്. എന്താണത്? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം നദറ ഇലൽ ഖമർ, ചന്ദ്രനിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, യാ ആയിഷ ഇസ്തഈദി ബില്ലാഹി മിൻ ശർരി ഹാദാ. എന്താണ് ആയിഷ, നീ ഇതിൽ നിന്ന് അഥവാ ഈ ചന്ദ്രന്റെ ഷെറിൽ നിന്നുകൊണ്ട് നീ എന്ത് ചെയ്യണം, അള്ളാഹിനോട് ശരണം തേടണം. ഫഇന്ന ഹാദാ ഹുവൽ ഗാസിഖു ഇദാ വഖബ്. നമുക്കറിയാലോ ഗാസിഖ് ഇദാ വഖബ് ഖുർആനിൽ വന്നതാണ്. അത് ഇതിൽ നിന്നാണ് ഉണ്ടാകുക, അഥവാ ചന്ദ്രനിൽ നിന്ന് ചില ഷെറുകൾ ഉണ്ടാകുമെന്ന് രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ രക്ഷ തേടണം എന്നുള്ള രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതായത് വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പൊതുവെ ആളുകളൊക്കെ ചെയ്യുന്ന കാര്യം എന്താ, ഒരു രോഗം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന നേരെ ഹോസ്പിറ്റലിലേക്ക് ഒരൊറ്റ പോക്കാണ്. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തെ പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം എത്രയോ കാലത്ത് ഹോസ്പിറ്റൽ അതുപോലുള്ള കാര്യങ്ങൾ പോകേണ്ട സ്വന്തം തന്നെ മന്ത്രിച്ച് ചികിത്സിച്ചതായി കാണാം. ഇതിന്റെ അർത്ഥം ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകരുത് എന്നല്ല.
മറിച്ച് ചെറിയ ചെറിയ രോഗങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തന്നെ സ്വന്തമായി മന്ത്രിച്ചൂതിയാൽ അത്രയും യഖീൻ ഉണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല യഖീനോട് കൂടി നമ്മൾ ഖുർആനിക ആയത്തുകൾ ഓതിക്കൊണ്ട് സ്വന്തം തന്നെ ചികിത്സകൾ നടത്തി കഴിഞ്ഞാൽ എന്താണ്, നമുക്കതിൻ്റെ അത്തറുകൾ ഉണ്ടാകും. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞ കാര്യമാണ് എന്ത്, ഖുർആൻ എന്നുള്ളത് എന്താണ്, അത് ശിഫ ആണ്. മാഫിസുദ് അല്ലെങ്കിൽ ഹൃദയങ്ങൾക്കും അതുപോലെ തന്നെ ശരീരത്തിനൊക്കെ എന്താണ് ഷിഫ ആണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ രൂപത്തിൽ പല ദിക്റുകളും ദുആകളും എന്ത് ചെയ്യാറുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബക്കാർക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. നമുക്കറിയുന്ന ഒരു ദുആ ആണ് എന്ത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഹദീസിൽ ഈ ഔദു ബികലിമാത്ത് ഇങ്ങനെ ധാരാളം ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൽ ബാബിൽ കൊടുത്ത മാത്രം പറഞ്ഞാണ് ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ഉണ്ട്. നമുക്ക് രാവിലെ വൈകുന്നേരം അതുപോലെ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അദദ ഖൽഖി ഇപ്പോൾ പറഞ്ഞത്, അതുപോലെ ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഇങ്ങനെ എത്രയോ ദുആകളും അദ്കാറുകൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മുറുകെ പിടിക്കണം. ഇനിയിപ്പോൾ നമുക്കെല്ലാം ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ അദ്കാറുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഒരുപക്ഷെ നമുക്ക് മുഴുവനായി എല്ലാം ചൊല്ലിക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇതൊരിക്കലും നിരുത്സാഹപ്പെടുത്തുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട അദ്കാറുകളുടെ വിഷയത്തിൽ നമ്മൾ ഒരു അലംഭാവം കാണിക്കാൻ പാടില്ല. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭർത്താവ് ഭാര്യനെ ഓർമ്മിപ്പിക്കണം, ഭാര്യ ഭർത്താവിനെ ഓർമ്മിപ്പിക്കണം. ചോദിക്കുക, ഇന്ന് രാവിലത്തെ അദ്കാറുകൾ ചൊല്ലിയിട്ടുണ്ടോ? ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക, ഭർത്താവ് ഭാര്യനോട് ചോദിക്കുക. അതുപോലെ റുഖിയ ചെയ്തിട്ടുണ്ടോ? അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത്, വീടുകളിൽ സൂറത്തുൽ ബഖറ ഓതാന്നുള്ളത്. വീടുകളിൽ സൂറത്തുൽ ബഖറ ഓതാന്നുള്ളത് എന്താണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണുന്നത്, സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ എന്ത് പ്രവേശിക്കൂല, ശൈത്താൻ പ്രവേശിക്കൂല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ അദ്കാറുകൾ എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ എന്താണ്, വളരെയധികം നമുക്ക് സഹായിക്കുന്ന, അഥവാ ശൈത്താന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിൽ നിന്നും എന്താണ് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് അദ്കാറുകൾ. ഇപ്പൊ നമുക്കറിയാം പല കിതാബിന്റെ പേര് തന്നെ എന്താണ്, ഹിസ്നുൽ മുസ്ലിം എന്നാണ്. എന്താണ് ഹിസ്നുൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ, മുസ്ലിമിന്റെ കോട്ട, അഥവാ ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ തേടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കോട്ടയാണ് എന്ത്, ഈ അദ്കാറുകളും അതുപോലെ തന്നെ ചില ദുആകളും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വിഷയം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇത്രയും എടുക്കാനാണ് ഇന്ന് ഉദ്ദേശിച്ചത്. ചെറിയൊരു തിരക്കുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് മുടങ്ങണ്ടെന്ന് കരുതി ചെറിയ രൂപത്തിൽ എടുത്തതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.